പറയുന്നു. യെസ്, ബ്രേക്കിംഗ് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ലീഗ് നേതാക്കൾ. പുനരധിവാസവുമായി ഒന്നിച്ചു നീങ്ങുമോ ഇല്ലയോ, ഇതാണ് നമുക്കറിയേണ്ടത്. നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, ഗുഡ് മോർണിംഗ് അഷ്കർ. റവന്യൂ മന്ത്രിയുമായി ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഒരുമിച്ച് പോകുമോ ഇരുവരും? ലീഗ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 100ഓളം വീടുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായോ, സമവായമായോ? അരുൺ, ഗുഡ് മോർണിംഗ്. അത്തരമൊരു സമവായം ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അരുൺ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ പദ്ധതിയുമായി തനിച്ച് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തന്നെ ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവസാനഘട്ട ഒരു ചർച്ച കൂടി സംസ്ഥാന സർക്കാരുമായി മുസ്ലിം ലീഗ് നടത്തിയത്. ലീഗിന് ഏതെങ്കിലും വിധത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലമും പി കെ ബഷീറും റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ കൂടിക്കാഴ്ചയിലും കാര്യങ്ങളിൽ ഒരു സമവായം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വരുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹി യോഗത്തിൽ ഈ ചർച്ചയുടെ തീരുമാനം കൂടി അവതരിപ്പിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് പോകാനുള്ള ലീഗിൻ്റെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ സൂചന നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നിലവിലുണ്ടാവുന്ന കാലതാമസത്തിൽ തന്നെയാണ് ലീഗിന് പ്രധാനപ്പെട്ട അതൃപ്തി. ഇപ്പോൾ തന്നെ 6 മാസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത് എവിടെയും ആരംഭിക്കാനായിട്ടില്ല. മാത്രമല്ല അത് കോടതി കയറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തന്നെ കൂടുതൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സമയബന്ധിതമായി കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുക എന്നുള്ളത് സർക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നൊരു കാര്യമല്ല എന്നതാണ് ലീഗ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ കാര്യം ലീഗ് റവന്യൂ മന്ത്രി രാജനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഫെബ്രുവരിയോടെ തന്നെ അതിൻ്റെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി നൽകിയെങ്കിൽ പോലും അതിൽ ലീഗ് തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വീടുകൾക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപ വെച്ച് 1000 സ്ക്വയർ ഫീറ്റിന് 30 ലക്ഷം രൂപയാണ് സർക്കാർ വകയിരുത്തുന്നത്. പക്ഷേ അത്രയും വലിയ തുക അതിന് വേണ്ടി വരില്ല. 20 ലക്ഷത്തിനുള്ളിൽ തന്നെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പൂർത്തിയാക്കാനാകുമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ പദ്ധതിയുമായി സർക്കാരിൻ്റെ കൂടെ കൂട്ടാതെ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് ലീഗിൻ്റെ തീരുമാനം. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 36 കോടി രൂപയോളം പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും മുസ്ലിം ലീഗ് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 1.5 കോടി രൂപ ആദ്യഘട്ടത്തിൽ സാമ്പത്തിക സഹായമായി നൽകുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് ലീഗ് പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ അതൃപ്തിയുള്ള കോൺഗ്രസിൻ്റെ അടക്കമുള്ള പല പദ്ധതികളും ചേർത്തുകൊണ്ട് തന്നെ മറ്റൊരു പുനരധിവാസ പദ്ധതി, അല്ലെങ്കിൽ മറ്റൊരു ടൗൺഷിപ്പ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നത്. സ്വാഭാവികമായും സർക്കാർ തന്നെ തിരിച്ചടിയാകുന്ന ഒരു നീക്കമാണ് എന്നത് ആ കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയും ടൗൺഷിപ്പുമായിരുന്നു സർക്കാർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരുന്ന മുസ്ലിം ലീഗ് തന്നെ അതിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരുമായുള്ള ചർച്ചയിലും സമവായം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു അഷ്കർ. പദ്ധതി വേഗത്തിലാക്കുമെന്നൊക്കെ മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും കാലതാമസം അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ.